ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. നവംബർ 26-ന് കോടതി വിധി പറയും. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, വളരെ പ്രധാനപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയിലെ ആസൂത്രകരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? എപ്പോഴായിരിക്കും വിധി പറയുക? ഈ മാസം 26-ാം തീയതി ജാമ്യാപേക്ഷയിൽ വിധി എന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്ന് എൻ വാസുവിനെ ഹാജരാക്കി ഇത്തരത്തിൽ 4 മണിവരെ SITക്ക് വിട്ടു നൽകിയ അതേ കോടതി, വിജിലൻസ് കോടതിയിൽ തന്നെയാണ് ജാമ്യാപേക്ഷയും പരിഗണിച്ചത്. പരിഗണിക്കുന്ന ഘട്ടത്തിൽ വാദമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞാൽ മാത്രം മതി. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ, അതായത് ഇടനിലക്കാരല്ല, അതിനപ്പുറത്തേക്കുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇടപെട്ട സൂചനയാണ് ൂടെ അന്ന് മനസ്സിലായത്. ഈ കേസിൽ രണ്ടാമത്തെ അറസ്റ്റാണ് മുരാരി ബാബുവിന്റെ ഇടയിൽ ഉണ്ടായത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു, പിന്നീടാണ് മുരാരി ബാബുവിന്റെ ഈ കാര്യങ്ങൾ എത്തുന്നത്. ആ ഘട്ടം മുതലാണ് പിന്നീട് അത് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുണ്ട്. ശരി, രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യാപേക്ഷയിൽ വാദങ്ങൾ പൂർത്തിയാക്കി 26-ന് മുരാരി ബാബു കേസിൽ വിധി പറയും.